വേഗരാജാവ് ട്രെയിനുകളുടെ വേഗരാജാവ് ട്രാക്കിലോടി പായും ചീറ്റ കേരളത്തിൽ എത്രമാത്രം ചീറിപ്പായും എന്നുള്ളത് വരും ദിവസങ്ങളിൽ തന്നെ അറിയാം. കൃത്യവേഗത 120 കിലോമീറ്റർ വേഗത പറയുന്നുണ്ടെങ്കിൽ അത്രയും വേഗത കിട്ടുമോ എന്നുള്ളതാണ്, കേരളത്തിലെ ട്രാക്കുകളിൽ കിട്ടുമോ എന്നുള്ളതെല്ലാം തന്നെയും വരും ദിവസം അറിയാം. പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഫ്ലാഗ് ഓഫ് ചെയ്ത് വന്ദേ ഭാരത് ട്രെയിൻ കുതിച്ചുയരുകയാണ്. വന്ദേ ഭാരത് പോകുന്ന വഴികളിലെല്ലാം തന്നെയും ആളുകൾ വലിയ ആവേശത്തോടു കൂടെ തന്നെയാണ് ഈ ട്രെയിനെ സ്വീകരിച്ചുകൊണ്ട് ഇരിക്കുന്നത്. ക്ഷണിക്കപ്പെട്ട അതിഥികളാണ് ഈ വന്ദേ ഭാരത് ട്രെയിനിലുള്ളത്. സാമൂഹിക മത സാംസ്കാരിക രംഗത്തെ ക്ഷണിക്കപ്പെട്ട അതിഥികളാണ് ഉള്ളത്. ട്രെയിനിൻ്റെ അടുത്ത സ്റ്റോപ്പ് കൊല്ലമാണ്. കൊല്ലത്തിന് ശേഷം ആലപ്പുഴ, ആലപ്പുഴയ്ക്ക് ശേഷം നേരെ എറണാകുളം, എറണാകുളത്തിന് ശേഷം തൃശ്ശൂർ, തൃശ്ശൂരിന് ശേഷം ഷൊർണൂർ, ഷൊർണൂറിന് ശേഷം അടുത്ത സ്റ്റോപ്പ് കോഴിക്കോട്, കോഴിക്കോടിന് ശേഷം കണ്ണൂർ, കാസർഗോഡ്. അങ്ങനെ 8 സ്റ്റോപ്പുകളാണ് ഇതിനുള്ളത്, ഈ വന്ദേ ഭാരത് ട്രെയിനുള്ളത്. വന്ദേ ഭാരത് ട്രെയിൻ കുതിച്ച് പായും ചീറ്റ വേഗരാജാവൊക്കെ വിശേഷണങ്ങളൊക്കെ ഈ ട്രെയിനിന് നൽകുമ്പോൾ കേരളത്തിലെ ട്രാക്കുകളിൽ എത്രമാത്രം വേഗത ഉണ്ട് എന്നുള്ളത് വരും ദിവസങ്ങളിൽ കൂടി നമുക്കറിയാം. 8 സ്റ്റോപ്പുകൾ മാത്രമാണ് ഉള്ളത്. ഏതായാലും കേരളത്തിന് അനുവദിച്ച ഏക വന്ദേ ഭാരത് ട്രെയിൻ യാത്ര ആരംഭിച്ചിരിക്കുന്നു. പ്രധാനമന്ത്രി നരേന്ദ്രമോദിയാണ് ഈ ട്രെയിൻ ഫ്ലാഗ് ഓഫ് ചെയ്തത്. ഒപ്പം തന്നെ കേരളത്തിൻ്റെ മുഖ്യമന്ത്രി പിണറായി വിജയൻ, ശശി തരൂർ MP, ഗവർണർ ആരിഫ് മുഹമ്മദ് ഖാൻ എന്നിവരും ഈ ഫ്ലാഗ് ഓഫ് ചടങ്ങിൽ പങ്കെടുത്തു. ഈ പ്രധാനമന്ത്രി ഫ്ലാഗ് ഓഫ് ചെയ്തതിന് ശേഷം ട്രെയിനിനുള്ളിലുള്ള യാത്രക്കാരെ ഹസ്തദാനം കൈവീശി കാണിക്കുന്ന ഒരു ദൃശ്യങ്ങളാണ് ഇപ്പോൾ പ്രേക്ഷകർ കണ്ടുകൊണ്ടിരിക്കുന്നത്. SPGയുടെ കനത്ത സുരക്ഷാ വലയത്തിനുള്ളിൽ തന്നെയാണ് തിരുവനന്തപുരം സെൻട്രൽ സ്റ്റേഡിയവും ഒപ്പം തന്നെ സെൻട്രൽ സ്റ്റേഷനുമുള്ളത്. ഈ ട്രെയിനുകളുടെ വേഗത കൂട്ടാൻ തീർച്ചയായും ട്രാക്കുകളുടെ നിർമ്മാണത്തിൽ വലിയ പുനർനിർമ്മാണമൊക്കെ ആവശ്യമായുണ്ട്. ആ പുനർനിർമ്മാണമായിട്ടുള്ള ആവശ്യകതയുടെ ഉദ്ഘാടനവും ഇന്ന് പ്രധാനമന്ത്രി നരേന്ദ്രമോദി നിർവഹിക്കും. ഒപ്പം തന്നെ കേരളത്തിന് ഈ വാട്ടർ മെട്രോയും ഇന്ന് ഉദ്ഘാടനം ചെയ്യും എന്നുള്ളതാണ് ഏറ്റവും എടുത്തു പറയേണ്ടത്. കേരളത്തിൻ്റെ അഭിമാന പദ്ധതി വാട്ടർ മെട്രോ, കൊച്ചിയുടെ അഭിമാന പദ്ധതി വാട്ടർ മെട്രോക്കൊപ്പം തന്നെ വന്ദേ ഭാരത്, കേരളത്തിൻ്റെ വേഗരാജാവ്, കേരളത്തിൻ്റെ എന്ന് പറയാൻ പറ്റില്ല, ഇന്ത്യൻ റെയിൽവേയുടെ വേഗരാജാവ്. ആ വേഗരാജാവ് കേരളത്തിൻ്റെ ട്രാക്കുകളിലൂടെ ഓടിത്തുടങ്ങുന്നു. അത് അല്പസമയത്തിനകം തന്നെ തിരുവനന്തപുരത്ത് നിന്നും കൊല്ലത്തെത്തും. 1 മണിക്കൂർ ഇടവിട്ടാണ് ഓരോ സ്റ്റേഷനുകളിലും ഉള്ളത്. പായും ചീറ്റ ട്രാക്കിൽ പായും ചീറ്റയുടെ വേഗത എത്രയാണെന്ന് വരും മണിക്കൂറുകളിൽ നമുക്ക് സ്ഥിരീകരിക്കാൻ കഴിയും. പരീക്ഷണഘട്ടത്തിൽ നടത്തിയ സ്പീഡിനേക്കാൾ ഇരട്ടി വേഗതയിലായിരിക്കുമോ എന്നുള്ളതൊക്കെ വരുന്ന മണിക്കൂറുകളിൽ മാത്രമാണ് അറിയാൻ കഴിയുന്നത്.